ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ആണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. ഫെബിന്റെ പിതാവിനും കുത്തേറ്റു. കാറിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. വിനീഷ് ഉണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. വീട്ടിൽ കയറിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിലെന്നോ എന്താണ് കാരണമെന്നോ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? രേണുക, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്നും പുറത്തു വരുന്നത്. ഇത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അക്രമം തടയാനായിട്ട് തുടങ്ങിയ ഈ വിദ്യാർത്ഥിയുടെ പിതാവിനും കുത്തേറ്റതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏകദേശം 1 മണിക്കൂർ മുന്നേ ആയിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ഒരു കാറിലെത്തിയ പർദ്ദ ധരിച്ച ഒരാൾ കാറിൽ നിന്നും ഇറങ്ങുകയും ഉടൻ തന്നെ ഇവരുടെ വീട്ടിലേക്ക് കയറുകയും വിദ്യാർത്ഥിയെ വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. BCA വിദ്യാർത്ഥിനിയാണ്. ഫാത്തിമ മാതാ കോളേജിൽ BCA 2ാം വർഷ വിദ്യാർത്ഥിനിയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ അക്രമം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന ഒരു മൃതശരീരം റെയിൽവേ ട്രാക്കിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ചവറ സ്വദേശിയായ തേജസ് രാജ് എന്നാണ് അയാളുടെ പേര്. ഇയാൾ തന്നെയാണോ ഈ അക്രമം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഇതിൽ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ വീട്ടിലെത്തിയ അതേ കാറ് സമീപത്ത് നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അതായത് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് കിട്ടുകയും ചെയ്തു. ഈ കാറിൽ നിറയെ രക്തക്കറകൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. രേണുക, തീർച്ചയായും വിനീഷ്, ഈ 2 വാർത്തകളും ബ്രേക്കിംഗ് ആയി നമുക്ക് ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിലാണ് വരുന്നത്. അത് തമ്മിൽ ഇപ്പോൾ ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണോ പോലീസ് എത്തുന്നത്? തീർച്ചയായും പോലീസ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. കാരണം ഇവര് വീട്ടിലെത്തിയ സമയവും ഈ ഒരു മരണ സമയവും, അതായത് ഈ ആത്മഹത്യ ചെയ്തതായിട്ട് പറയപ്പെടുന്ന സമയവും തമ്മിൽ അധികം വ്യത്യാസമില്ല. ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക നിഗമനമാണ്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് മൃതശരീരം റെയിൽവേ ട്രാക്കിൽ ഉള്ളത്. ഇയാളുടെ കാറിൽ ചില രേഖകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ പേര് പോലീസിന് ലഭിച്ചത്. ചവറ സ്വദേശിയായ തേജസ് രാജ് എന്ന ആളാണ് കാർ ഓടിച്ചിരുന്നത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മൃതശരീരം അവിടെ നിന്ന് ജില്ലാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വീട്ടിൽ, അതായത് ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വ്യക്തത വരും. വിനീഷ്, ഈ വിദ്യാർത്ഥിയുടെ അച്ഛന് ഈ അക്രമം തടയാൻ ശ്രമിക്കുമ്പോൾ പരിക്കേറ്റതായി വിവരമുണ്ട്. ആ സമയത്ത് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാമോ? അവരിൽ നിന്ന് എന്താണ് ഈ അക്രമത്തിന് പിന്നിൽ ആരാണെന്നോ എന്താണ് അവരുടെ ലക്ഷ്യമെന്നോ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? രേണുക, പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ചില എന്തെങ്കിലും തർക്കങ്ങളോ മുൻവൈരാഗ്യോ മറ്റോ ആവാം എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത്. പ്രാഥമിക നിഗമനമാണ്. അത്തരത്തിലുള്ള അന്വേഷണം ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള എന്തെങ്കിലും വിരോധമാണോ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ BCA വിദ്യാർത്ഥിയാണ്, 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു അക്രമം ഇങ്ങനെ വീട്ടിലേക്ക് എത്തുക, വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത നമ്മൾ കാണുന്നത്. നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്നത് നമ്മളുടെ വീടാണ്. അങ്ങനെ വീട്ടിലിരിക്കുന്ന യുവാവിനെയാണ് വീട്ടിന് അകത്ത് കയറി ഇപ്പോൾ കുത്തിക്കൊന്നിരിക്കുന്നത്. ഈ ആക്രമണം തടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഫെബിന്റെ അച്ഛനും പരിക്കേറ്റിരിക്കുന്നു, കുത്തേറ്റു എന്ന ഒരു വിവരമുണ്ട്. ഉളിയക്കോവിലാണ് ഈ യുവാവിന്റെ വീട്. ആ വീട്ടിൽ കയറിയാണ് 3 അംഗ സംഘം കുത്തിക്കൊന്നിരിക്കുന്നത്. ഫെബിൻ ജോർജ് ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ്. കാറിലെത്തിയ സംഘമാണ് ഫെബിനെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ് എന്ന വിവരങ്ങളില്ല. അതേസമയം വിദ്യാർത്ഥികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പ്രാഥമികമായി പോലീസ് സംശയിക്കുന്നു. അതിനോട് സമാനമായി തന്നെ മറ്റൊരു സംഭവം കൊല്ലത്തുണ്ടായിരിക്കുന്നു. അത് റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതാണ്. ആ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്ന് ഒരു കാറ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ രക്തപ്പാടുകളുണ്ട്. അപ്പോൾ ഈ അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയിക്കുന്നു. ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നതാണ് വിനീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നാടിനെ നടുക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു കൊല്ലത്ത് നിന്ന് വരുന്ന ഈ വാർത്ത. കടപ്പാക്കടയിൽ റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. സമീപത്ത് നിർത്തിയിട്ട മാരുതി കാറിലാണ് ചോരപ്പാടുകളുള്ളത്. ഈ കാറ് ഈ വീട്ടിൽ അക്രമികൾ എത്തിയ കാറാണ് എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്.
ഈ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹം ഫെബിൻ്റെ കൊലപാതകിയുടേതാണ് എന്ന പ്രാഥമിക വിലയിരുത്തലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ എന്താണ് കാരണം എന്നതിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. എന്തായാലും വലിയ നാടിനെ നടുക്കിയ ഒരു സംഭവമായിട്ടാണ് നമ്മൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഇത് മനസ്സിലാകുന്നത്. ഫാത്തിമ മാതാ കോളേജിൽ പഠിക്കുന്ന 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്താൻ മാത്രം അതിന് പിന്നിലുള്ള പക എന്താണ്, കാരണം എന്താണ് എന്നത് അറിവായിട്ടില്ല. ഇപ്പോൾ വിപുലമായ അന്വേഷണം അതുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുകയാണ്. പ്രാഥമികമായി 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഒന്ന് കൊലപാതകമാണ്, മറ്റൊന്ന് ആത്മഹത്യയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അക്രമി സംഘത്തിൽ 3 പേരുണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, അക്രമി സംഘത്തിൽ 3 പേരുണ്ട് എന്നത് സ്ഥിരീകരിക്കപ്പെട്ട വിവരം തന്നെയാണോ? ഈ കാറിൽ അങ്ങനെയാണെങ്കിൽ മറ്റ് 2 പേരുണ്ട്, അവരെ ചുറ്റിപ്പറ്റിയായിരിക്കുമോ ആദ്യ അന്വേഷണം നടക്കുക? തീർച്ചയായും രേണുക, അത്തരത്തിൽ ഒരു മൊഴിയാണ് ആദ്യം പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അതിന് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാൾ ഈ അക്രമികളിൽപ്പെട്ട ഒരാളുടെ മൃതശരീരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രാഥമിക വിലയിരുത്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കടപ്പാക്കടയ്ക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് മൃതശരീരം കണ്ടെത്തുകയും ചെയ്തത്. അർദ്ധ നടത്തിയതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് എത്തുന്നു. സംയുക്ത CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ച് മാത്രമേ കൂടുതൽ വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യം തന്നെ ഈ കാർ പരിശോധിച്ചിരുന്നു. കാറിൽ ഒരുപാട് രക്തപ്പാടുകൾ കാണാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് കാറിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളാണ് ഈ അക്രമിയുടെ ചില പേരുകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് രേണുക. ഇപ്പോൾ ഉന്നത പോലീസ് സംഘം ഇപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകും രേണുക. വിനേഷ്, ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നു. അതിനിടയാക്കിയത് ഈ അക്രമി ഫെബിൻ്റെ വീട്ടിലെത്തിയ അതേ കാറാണ് റെയിൽവേ ട്രാക്കിന് സമീപം കണ്ടെത്തിയ മാരുതി കാർ എന്ന് ഉറപ്പിക്കുന്നതിൽ നിന്നാണോ അങ്ങനെ ഒരു സംശയം? തീർച്ചയായും അതിന് അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതേ ഉള്ളൂ. കാരണം CCTV ദൃശ്യങ്ങൾ പ്രധാന ഘടകമാണ്. അത് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് സമീപം മൃതശരീരം കിട്ടി. അതിന് സമീപത്തായിട്ട് ഒരു വാഗണർ കാറും ലഭിച്ചിട്ടുണ്ട്. ഈ കാറിൽ ചില രക്തക്കറകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസിനെ കൂടുതൽ സംശയിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഈ കൊലപാതകം നടന്ന സമയവും ഈ ആത്മഹത്യ ചെയ്ത സമയവും തമ്മിൽ അധികം വ്യത്യാസമില്ല രേണുക. ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ഈ അക്രമി തന്നെയാണോ എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചവറ സ്വദേശിയായ തേജസ് രാജ് എന്ന ആളുടെ പേരാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇയാൾ തന്നെയാണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചും വ്യക്തത വരാനുണ്ട്. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ട്. എന്തായാലും ഒരു കൊലപാതകം, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു, ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വേണ്ടത് നമുക്ക് രാത്രിയിൽ പങ്കുവെക്കാനുള്ളത്. BCA വിദ്യാർത്ഥിനിയാണ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ഈ അക്രമം തടയാനായി വന്ന ഈ വിദ്യാർത്ഥിനിയുടെ പിതാവിനും കുത്തിയിട്ടുണ്ട്. പക്ഷെ അയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് വളരെ ആശ്വാസകരമായി പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ മൃതശരീരം ജില്ലാ ആശുപത്രിയിൽ ആണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൂടുതൽ നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്ന് നമുക്കറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൃതശരീരവും പോലീസ് അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രേണുക. ശരി, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ വിനീഷ്. ഞാൻ അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്താം. എന്തായാലും വലിയ നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ് കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയാം, തുടരെ നിരവധിയായിട്ടുള്ള ഇത്തരം വാർത്തകൾ, അക്രമ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏതാനും ദിവസം അതിൽ നിന്ന് ഒരു മോചനമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അത്തരമൊരു വാർത്ത അത് കൊല്ലത്ത് നിന്ന് വരുന്നു. കൊല്ലം ഉളിയക്കോവിലിന് സമീപത്ത് ഉള്ള വീട്ടിലാണ് ഈ സംഭവം നടന്നത്. ഫെബിൻ ജോർജ് എന്ന 22 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ്. വീട്ടിൽ ബന്ധുക്കളുമായിരിക്കെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഫെബിൻ ജോർജിനെ. ആ സംഭവവുമായി നടന്ന തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് നമുക്ക് മറ്റൊരു വാർത്ത കൂടി വരുന്നത്. അത് കൊല്ലത്ത് കടപ്പാക്കടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഒരു മൃതദേഹം കണ്ടു എന്ന വാർത്തയാണ്. ഇപ്പോൾ ആ 2 സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഫെബിൻ്റെ വീട്ടിൽ കാറിലെത്തിയ സംഘത്തിലെ ഒരാളാണ് അവിടെ ട്രെയിനിന് മുന്നിൽ ചാടി
മരിച്ചിരിക്കുന്നത് എന്ന വിവരം വരുന്നു. ആ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് മാരുതി വാഹനം കണ്ടെത്തിയിരിക്കുന്നു. അതിൽ രക്തപ്പാടുകളുണ്ട്. ആ വാഹനത്തിലാണ് ഫെബിൻ ജോർജിനെ കൊലപ്പെടുത്താൻ അക്രമി സംഘം എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ അക്രമിയും കൊല്ലം സ്വദേശി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശി എന്ന ചില സൂചനകൾ വരുന്നുണ്ട്, പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിക്രൂരമായ കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പം ഇരിക്കെ അവിടെ നിന്ന് വിളിച്ചിറക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിന് തൊട്ടു മുന്നിൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കി അവിടെ വെച്ച് കൊലപാതകം നടത്തുകയായിരുന്നു. ഈ ആക്രമണം കണ്ടു തടയാനെത്തിയ പിതാവിന് പരിക്കേറ്റിട്ടുണ്ട്, കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ഗുരുതരമല്ല എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഒന്ന് അതിക്രൂരമായ കൊലപാതകമാണ്. അതിനുശേഷം അക്രമി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പർദ്ദയിട്ട ആളാണ്, പർദ്ദ ധരിച്ചുകൊണ്ടാണ് ഈ അക്രമി വീട്ടിലെത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ആ വാഹനം പിന്നീട് സഞ്ചരിച്ച് ഉടൻ തന്നെ റെയിൽവേ ട്രാക്കിന് സമീപം വാഹനം ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി അക്രമിയെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നു. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അക്രമി സംഘത്തിൽ 3 പേരുണ്ടായിരുന്നു എന്നതാണ് ആദ്യം പുറത്തു വന്ന വിവരം. അതിൽ കൂടുതൽ ആളുകളുണ്ടോ? ഈ മരണം ഇപ്പോൾ ഒരാളുടേതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാറിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു എന്ന വിവരമാണ് വരുന്നത്. എന്തായാലും അതിൽ ആരാണ്, എന്താണ് ഈ വലിയ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവ അറിയാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റ് പ്രതികൾ ഈ സംഘത്തിലുണ്ട് എന്ന് കരുതുന്ന മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിലാണ് പ്രാഥമികമായി നടക്കുന്നത്. അതിനുള്ള ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. വീട്ടിൽ മറ്റ് ബന്ധുക്കളിൽ നിന്നുമൊന്നും എന്താണ് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ സംബന്ധിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി നടന്ന കൊലപാതകമാണ്. അല്പസമയം മുൻപാണ് കൊല്ലത്ത് നിന്ന് ഈ ദുരന്ത വാർത്ത വന്നത്. വളരെ ഒരു നാടിനെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി അത് മാറിയിരിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണമെന്നത് അവ്യക്തമാണ് ഇപ്പോൾ. പക്ഷെ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് വിനേഷ്. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാവുന്ന പുതിയ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? രേണുക, പോലീസ് സംഘം ഇപ്പോൾ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രദേശവാസികളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഈ ഒരു വിഷയം കാണുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി തന്നെ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ കൃത്യം നടന്ന സമയത്ത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ അക്രമം തടുത്ത ഈ വിദ്യാർത്ഥിയുടെ പിതാവിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ കൊല്ലം സ്വദേശി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന വാർത്തയുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണോ? അത്തരത്തിലുള്ളൊരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് രേണുക. കൂടുതൽ വ്യക്തത വരുന്നില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന്. നമുക്കത് ആദ്യം പോലീസിൽ നിന്ന് ലഭിച്ച വിവരം ചവറ സ്വദേശിയായ തേജസ് രാജ് എന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടന്നു വരുന്നതേ ഉള്ളൂ. കൂടുതൽ വ്യക്തത വരും സമയങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാവും. പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങളിലേക്ക് എത്തുന്നു. സമീപത്തെ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചാണ് കൂടുതൽ നിഗമനത്തിലേക്ക് എത്തുക. അന്വേഷണം തുടരുന്നു രേണുക. ശരി, അവിടെ നിന്ന് വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തുന്നു. അതീവ ജാഗ്രതയോടുകൂടി തന്നെ പോലീസ് ഈ സാഹചര്യത്തെ കാണുന്നുണ്ട്. ഒരു നാടിനെ ആകെ ഞെട്ടിച്ച സംഭവമായി ഇത് മാറുകയാണ്. കൊല്ലം ഉളിയക്കോവിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഫെബിൻ ജോർജ് എന്ന 22 വയസ്സുകാരൻ ആണ് വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പം ഇരിക്കെ കൊല്ലപ്പെടുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് കൊല നടത്തിയിരിക്കുന്നത്. ആ അക്രമി സംഘത്തിലെ പ്രധാനിയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നും പറയുന്നു. ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലായിരിക്കും ലഭ്യമാവുക. മറ്റു വാർത്തകളിലേക്ക്. ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും വല വിരിച്ച് പോലീസ്.
കളമശ്ശേരിയിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ഇന്നലെ പിടിയിലായ അനുരാജിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി ഗൂഗിൾ പേ വഴി പണം നൽകിയതായും പോലീസ് കണ്ടെത്തി. സംസ്ഥാനമാകെ ലഹരിക്കെതിരായ പരിശോധനകൾ തുടരുകയാണ്. കളമശ്ശേരിയിൽ ഇന്നലെ പിടിയിലായ അനുരാജ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പക്കൽ നിന്നും 4 കിലോ കഞ്ചാവ് വാങ്ങിയിരുന്നെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. ഇതിൽ 2 കിലോയാണ് പോളിടെക്നിക് ഹോസ്റ്റലിൽ എത്തിച്ചത്. അനുരാജ് മറ്റാർക്കൊക്കെ കഞ്ചാവ് നൽകിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയ അന്യസംസ്ഥാനക്കാരന് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ആലുവയിൽ വെച്ചാണ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് പറയുന്നു. അനുരാജും പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കും ഷാലിക്കും അടങ്ങുന്ന സംഘമാണ് ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത്. അനുരാജ് കഞ്ചാവ് വാങ്ങാനായി 10,000 രൂപ ഗൂഗിൾ പേ വഴി നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പരിശോധന ശക്തമാക്കും. കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ ക്യാമ്പസുകളിൽ പരിശോധന നടത്താനാണ് തീരുമാനമെന്നും പോലീസ് അറിയിച്ചു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ ബീഹാർ സ്വദേശി ചന്ദേര പോലീസിന്റെ പിടിയിലായി. തൃക്കരിപ്പൂർ ഈസ്റ്റ് മെട്ടമ്മലിലെ സൈനുദ്ദീൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സലീം അൻസാരിയെയാണ് ചന്ദേര എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 17 ചെറിയ കവറുകളിലായി വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരുന്ന കഞ്ചാവ് പ്രതിയിൽ നിന്നും പിടികൂടി. ന്യൂസ് 18 കൊച്ചി. യുവാക്കളിൽ അക്രമവാസന വർദ്ധിക്കുന്നതിന് ലഹരി ഒരു കാരണമെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതീവ ഗൌരവമുള്ള വിഷയമായാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ലഹരി തടയാൻ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഫലപ്രദമായ ബോധവൽക്കരണം നടത്തണമെന്നും ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണനും പറഞ്ഞു. കേരളം ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആരോപിച്ചു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട്. ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ്. പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലഹരിക്കിരയാകുന്നവര് അത് ഇരയായിട്ട് തന്നെ കാണണം. നമുക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ഈ പൊതുസമൂഹത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ലഹരിക്കെതിരായ പ്രചാരണം, ലഹരി വർജനത്തിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമാണ് വിമുക്തിയുടെ രൂപീകരണം. ഈ പരിശ്രമം കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കേണ്ടത്. പ്രൊഫഷണൽ കോളേജുകളിലും റെഗുലർ കോളേജുകളിലും മാത്രമല്ല, UP സ്കൂളുകളുടെ പരിസരത്ത് പോലും മാരകമായ രാസലഹരികൾ യഥേഷ്ടം ലഭ്യമാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അതുവഴി ഉണ്ടാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുക. നേരിടാൻ ഒരു നടപടിയുമില്ല. കണ്ണിൽ പൊടിയിടാനുള്ള പോലീസ് നടപടികൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലഹരി കേസുകളിൽ പെടുന്നവരിൽ കൂടുതലും മതവിദ്യാഭ്യാസം നേടിയവരാണെന്ന തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ.ടി. ജലീൽ. ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റിന് മറുപടി എന്ന രീതിയിലാണ് ജലീൽ തന്റെ ഭാഗം വിശദീകരിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടെ പിടികൂടിയ 200 ലഹരി മരുന്ന് കേസുകളിൽ 61% മുസ്ലിം പേരുള്ളവരാണെന്നും അതിൽ 90% മതവിദ്യാഭ്യാസം നേടിയവരാണെന്നും ജലീൽ പറയുന്നു. പോലീസുകാർക്ക് ഉപദേശവുമായി കഞ്ചാവ് കേസിലെ പ്രതി. കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല, സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ചു കേൾപ്പിക്കാമെന്ന് പോലീസിനോട് പ്രതി പറഞ്ഞു. 300 ഗ്രാം കഞ്ചാവുമായി പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസിയാണ് പോലീസിനെ ഞെട്ടിച്ചത്. ബ്ലഡ് ക്യാൻസറിന്റെ മരുന്ന് ഇപ്പോഴും സാറിന് വേണം അന്വേഷിച്ച് നോക്കും. കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ട്. അപ്പൊ ഇത് കുഴപ്പമില്ല. നിങ്ങൾ പറയുന്നത് ഇതാണ് പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് വലിച്ചിട്ട് ആരും ഒരു പ്രശ്നം നിന്നില്ല. സാറിന് സംശയം ചോദിക്കാം. എന്റെ കസ്റ്റമർ വേണം ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ ഇത് വലിച്ചിട്ട് ആരും ഒരിക്കലും കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആക്കി. ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചട എന്ന ഒറിജിനൽ പേര്. അത് പറയുമ്പോൾ ആർക്കും കുറ്റമില്ലല്ലോ. കഞ്ചാവിന്റെ ഇഞ്ചാവ് ഒന്നല്ല വിഷയം. അതുകൊണ്ടല്ലേ ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ മെച്ചം എന്ന് പറഞ്ഞു ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ. ഇപ്പം കഞ്ചാവ് വലിക്കുന്ന ആരാണല്ലോ സൈലന്റ് ആണെന്ന് പറയുന്നത്. കഞ്ചാവ് വലിക്കുന്നവർ സൈലന്റ്, ആരും ആക്രമണം കാണിക്കത്തില്ല. കിട്ടിയില്ലെങ്കിൽ ദേഷ്യം. സാറിന് ശരിക്കും സമ്മതിച്ചു. ഇത് കിട്ടിയില്ല ദേഷ്യം. അതാണ് ഇതിന്റെ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ,
അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിനുമാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നിജസ്ഥിതി അന്വേഷണം അറിയിക്കാനാണ് കമ്മീഷനെ നിയമിച്ചതെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അംഗീകരിച്ചില്ല. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും കോടതി കണ്ടെത്തി. മുനമ്പം സമരം പരിഹരിക്കാൻ സർക്കാർ കണ്ടെത്തിയ താൽക്കാലിക പരിഹാരമായിരുന്നു കമ്മീഷൻ നിയമനം. കോടതി വിധി തിരിച്ചടിയായതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. സമരസമിതി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ മുനമ്പത്തെ തീരപ്രദേശത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ എതിർപ്പ് മാറ്റി ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. ഇനി ഞങ്ങൾക്ക് ഒരു സഹകരണമില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇനിയും ഈ കോടതി ഇറങ്ങി സുപ്രീം കോടതിയിൽ വരെയും പോകാനായിട്ട് ഞങ്ങൾക്ക് ആവതില്ല. ബന്ധപ്പെട്ടവരിൽ ഹിയറിംഗ് നടത്തി അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ കോടതി റദ്ദാക്കിയത്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കട്ടെ എന്നതാണ് കമ്മീഷന്റെ നിലപാട്. കമ്മീഷന്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ കമ്മീഷന്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെൻറ്റാണ് ഇനി തീരുമാനിക്കട്ടെ. ഗവൺമെൻറ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. തെളിവുകളൊക്കെ ശേഖരിച്ചു, കുറേ പേരെ കേട്ടു. പക്ഷേ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളും ശുപാർശകളും റെഡിയാക്കി തീർന്നിട്ടില്ലായിരുന്നു. അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇനിയില്ലല്ലോ. കോടതി വിധി ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഇത്രയും കാലമായി താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയും. ആ സാധ്യതയാണ് ഇപ്പോൾ കോടതി ഇല്ലാതാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ അപ്പീൽ പോകാനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായെന്ന് വി ഡി സതീശൻ പറഞ്ഞു. കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തെ സർക്കാർ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഹൈക്കോടതി വിധി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. മുനമ്പം കമ്മീഷനെ നിയോഗിച്ചത് പിണറായി വിജയന്റെ മാടമ്പിത്തരമായിരുന്നുവെന്ന് പി സി ജോർജും പറഞ്ഞു. വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച്, പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത്. ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ, എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് നടത്തിയ ഒരു നീക്കമായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും. മുനമ്പ് വിഷയത്തിൽ അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുത്തേ മതിയാവും. അവ പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് അതിലെ കക്ഷികളെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ച് അതിന്മേൽ കോടതി വിധി മേടിക്കണമായിരുന്നു. എന്നിട്ടൊരു കമ്മീഷൻ വെക്കുന്നതിനെ പറ്റി ആലോചിക്കണം. കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. മുനമ്പം പ്രശ്നത്തിൽ
ഗവൺമെന്റ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു നയപരമായ നിലപാടുണ്ട്. അത് അവിടുത്തെ കൈവശക്കാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശമാർ മൂന്നാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ സമരം ചെയ്യുന്നത് 3 മുൻനിര നേതാക്കളായിരിക്കും. അനിശ്ചിതകാലത്തേക്കാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. അതിനിടെ ആശമാർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറക്കി. സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് ആശമാർ ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ 36ാം ദിനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നത്. രാവിലെ 10:30 സമര കവാടത്തിലേക്ക് പ്രതിഷേധ റാലിയായി എത്തിയ ആശമാർ MG റോഡിൽ കുത്തിയിരുന്നതോടെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. പിന്നെ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെയുള്ള സമരാവേശം. ചില്ലുമേടകളിൽ ഇരിക്കുന്നവർക്ക് ഈ സമരം തിരിച്ചറിയാനാവില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത KK രമ MLA. ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ്. വളരെ പ്രയാസകരമായ അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നെങ്കിലും റോഡ് ഉപരോധിച്ചവരെ നീക്കാൻ യാതൊരു പ്രകോപനത്തിനും പോലീസ് മുതിർന്നില്ല. പിന്നാലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൊമ്പിളൈ ഒരുമ സമര നേതാവ് ഗോമതിയും സമരവേദിയിൽ. ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മുതലാളിമാരുടേതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ, ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത്? സമരം ചെയ്തെല്ലാം നേടിയെടുക്കേണ്ടതെന്ന്. ഇത് കുറെ ആളുകൾ കൂടി അതിൻ്റെ അകത്ത് ഈ സമരം വിജയിക്കാൻ പാടില്ല എന്നൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം? കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ആശാവർക്കർമാരെക്കുറിച്ച് ഒരു വാക്കുപോലും അവരോട് സംസാരിച്ചില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ വിമർശനം. ആശാവർക്കർമാരും സമരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഇത് ആദ്യമായിട്ടൊരു ട്രെയിനിങ്. ഇത്രയും കാലം എവിടെയായിരുന്നു ഈ സർക്കാർ? ഒരു നയപൈസയുടെ കുടിശ്ശിക കേന്ദ്രം കേരളത്തിന് നൽകാനില്ല എന്ന് പാർലമെന്റിൽ അസന്നിഗ്ധമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡാജി പറഞ്ഞതോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞു പാളീസായിരിക്കും. ആശാവർക്കർമാർക്ക് വേണ്ടി സർക്കാർ ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശമാർ ഉപരോധത്തിന്റെ ഭാഗമായത്. പ്രതിഷേധം കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റിന്റെ 4 കവാടങ്ങളിലും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത്. അതേസമയം സർക്കാർ ഒടുവിൽ ആശമാർക്ക് മുന്നിൽ വഴങ്ങി ഓണറേറിയം ലഭിക്കുന്നതിനുള്ള 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൈമാറി. തീരുമാനത്തെ കയ്യടിയോടെയാണ് ആശമാർ സ്വീകരിച്ചത്. വാർത്ത കൂടെയുണ്ട്. നമ്മളുടെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് അതിനിടെ ആശമാർ 3ാം ഘട്ട സമരവും പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ സമരം ചെയ്യുന്ന 3 മുൻനിര നേതാക്കൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരമിരിക്കുമെന്നാണ് പ്രഖ്യാപനം. പ്രിയ ആശാവർക്കർമാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ വരുന്ന ദിവസം മാർച്ച് 20-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാപ്പകൽ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാവർക്കർമാരെ സ്ഥിരം തൊഴിലാളിയായി സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തരുതെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. ഒരു വിഭാഗം ആശാവർക്കർമാർ മാത്രമാണ് സമരം നടത്തുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും നൽകിയിട്ടുണ്ട്. എല്ലാ ചെലവും വഹിക്കാൻ സർക്കാരിനാകില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആശാസമരത്തെ അധികാരികൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ഓർത്തഡോക്സ് സഭ. കേരളത്തിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേതനം നമുക്കറിയാം. അവരെക്കാൾ മോശം സാഹചര്യത്തിലൂടെയാണ് ആശാവർക്കർമാർ കടന്നുപോകുന്നത്. മഹാമാരിക്കാലത്ത് അവർ ചെയ്ത സേവനങ്ങൾ മലയാളിക്ക് മറക്കാനാകില്ലെന്നും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ പറഞ്ഞു.
മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ച ആയുധമാക്കി പ്രതിപക്ഷം നിയമസഭയിൽ. എന്ത് അനൌദ്യോഗിക ചർച്ചയാണ് ഗവർണറുടെ സാന്നിധ്യത്തിൽ നിർമ്മല സീതാരാമനുമായി നടത്തിയതെന്ന് രമേശ് ചെന്നിത്തല സഭയിൽ ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സലാണ് നടന്നതെന്നും ആരോപിച്ചു. നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. വിമാനത്തിൽ ഒന്നിച്ചു പോകുമ്പോഴാണ് എംപിമാർക്ക് നൽകിയ വിരുന്നിലേക്ക് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇത് BJPയിലെ 3ാം സ്ഥാനത്ത് വഹിക്കുന്ന ധനകാര്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ വന്ന് കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ്? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ളൊരു അവസരമാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത്. അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു. അതാണ് ഉണ്ടായത്. യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത്. കാലം ഇത്രയും മാറിയിട്ടും യേശുദാസിനെ പോലെയുള്ള അതുല്യ കലാകാരന് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകാത്തത് കാലത്തിനോടും അദ്ദേഹത്തോടും ചെയ്യുന്ന അനീതിയാണെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഗുരുവായൂരിൽ എല്ലാവർക്കും പ്രവേശനം, വിശ്വാസമുള്ള എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം. ഗുരുവായൂരിലും പൂജയിലും ആരാധനയിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും പ്രവേശനം കൊടുക്കണം. യേശുദാസ് പരം ഭക്തനായ ആളാണ്. ഞാൻ ഗുരുവായൂരിൽ ഒരു ദിവസം പോകുന്നൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയ ആളല്ലേ. ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വയ്ക്കാനാണ് തീരുമാനം. തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെ മൗനത്തിൽ പരിഹാസവുമായി G സുധാകരൻ. ജില്ലാ സെക്രട്ടറിയുടെ മൗനത്തിൽ തനിക്ക് പരിഭവമില്ല. ജില്ലാ സെക്രട്ടറിക്ക് മുകളിലും ആളുണ്ടല്ലോ എന്ന് G സുധാകരൻ പറഞ്ഞു. KPCC വേദി പങ്കിട്ടത് വിവാദമായതിന് പിന്നാലെ കർമ്മരംഗത്ത് സജീവമാകാൻ ഉറച്ചാണ് മുൻ മന്ത്രി G സുധാകരന്റെ നീക്കം. താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച ആലപ്പുഴ ജില്ലയിലെ പാലങ്ങൾ സന്ദർശിച്ചുകൊണ്ടായിരുന്നു ബദൽ നീക്കം നടത്തിയത്. ഒതുക്കി തീർക്കാനാണ് നീക്കമെങ്കിൽ ഒതുങ്ങില്ലെന്ന സന്ദേശം പങ്കുവച്ചാണ് G സുധാകരന്റെ സന്ദർശനം. അത് ടോപ്പിലും ഒരു ബെൽറ്റ് എടുക്കുന്നുണ്ട്. പാലത്തിന്റെ സ്ട്രക്ചർ മൊത്തം കഴിഞ്ഞത്. പാലം നടന്നു പോയില്ല. എല്ലാം വണ്ടിയും നമ്മളെ വണ്ടി പോകുന്നുണ്ട്. ജില്ലയിലെ പ്രബല വിഭാഗം കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം സുധാകരനെതിരെ സൈബർ ആക്രമണം ഉൾപ്പെടെ ഒളിപ്പോർ യുദ്ധം നടത്തുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ തുടർഭരണത്തിലേക്ക് നയിച്ചത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ പൊതുമരാമത്ത് വികസന പ്രവർത്തനങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ച് G സുധാകരൻ പുതിയ പോർമുഖം തുറക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നടക്കം സുധാകരനെ മാറ്റി നിർത്താൻ പൊതുനേതൃത്വം അതീവ ശ്രദ്ധാലുക്കളാകുമ്പോൾ കർമ്മരംഗത്ത് സജീവമാകുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ സന്ദർശനങ്ങൾ. തന്റെ കാലത്ത് നടന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ വികസന പ്രവർത്തനങ്ങളാണ് തുടർഭരണത്തിന് കാരണമായതെന്നത് പാർട്ടി രേഖയാണെന്ന് മുൻ പൊതുമരാമത്ത് മന്ത്രി. വികസനമാണ് 1ാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ അടിസ്ഥാന വികസനങ്ങളാണ്. പിന്നെ ക്ഷേമപ്രവർത്തനം. 2ാം ഗവൺമെന്റ് വരാൻ കാരണമെന്ന് രേഖയുണ്ടല്ലോ CPMന്റെ. ഇനിയിപ്പോൾ അടുത്ത തവണയും വരാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും പറയാമല്ലോ. അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പൊതുമരാമത്ത് അടുത്ത ഗവൺമെന്റ് കൂടി കാണും. കുറെ എണ്ണം അടുത്ത ഗവൺമെന്റ് കൂടി വരും. ഓരോ പാലങ്ങളിലൂടെയുമുള്ള ഈ യാത്ര അവകാശവാദങ്ങൾക്കപ്പുറം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. പാർട്ടിയിൽ പ്രായം മാനദണ്ഡമാക്കിയപ്പോൾ മാറി നിന്ന G സുധാകരൻ കർമ്മശേഷിയാണ് മാനദണ്ഡമെന്ന വാദം പരസ്യമായി ഉയർത്തുന്നു. CPM നേതൃത്വത്തിൽ നിന്ന് നിർബന്ധിത വിരമിക്കലിന് വിധേയനാകേണ്ടി വന്ന സുധാകരൻ കഴിഞ്ഞ വർഷം താൻ പങ്കെടുത്ത 1500ഓളം പരിപാടികളുടെ പട്ടിക തന്നെ നിരത്തിയായിരുന്നു ഒഴിവാക്കിയവർക്ക് മറുപടി നൽകിയത്. ഇതിനിടയിൽ സൈബർ ലോകത്ത് ആക്രമണമുണ്ടായപ്പോഴും കുലുങ്ങാതിരുന്ന സുധാകരൻ ജനം വിളിച്ചിട്ടാണ് താൻ പെരുമ്പളത്തേക്ക് എത്തിയതെന്ന് ഇന്നത്തെ സന്ദർശനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. G സുധാകരൻ പെരുമ്പളം പാലത്തിലൂടെ നടന്നു കയറുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് തനിക്ക് നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചവരോട് കർമ്മരംഗത്ത് ഇനിയുമേറെ മുന്നോട്ടു പോകാൻ തനിക്ക് കഴിയുമെന്ന് കൂടി അദ്ദേഹം പറയാതെ പറയുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ പെരുമ്പളത്തു നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരിടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. ഇന്ത്യയും ന്യൂസിലൻഡും പ്രതിരോധ സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകൾ ഒപ്പുവെച്ചു. ന്യൂസിലൻഡിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധ ശക്തികളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും സുപ്രധാനമായ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും പരസ്പരം പ്രയോജനകരമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിനായി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യാപാരം, പ്രതിരോധം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും വിപുലമായ ചർച്ചകൾ നടത്തി. ഭീകരാക്രമണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ചർച്ചകളിൽ വ്യക്തമാക്കി. हमने अपनी रक्षा और सुरक्षा साझेदारी को मजबूत और संस्थागत रूप देने का निर्णय लिया है. जॉइंट एक्सरसाइज, ट्रेनिंग, पोर्ट विजिट्स के साथ साथ रक्षा उद्योग जगत में भी आपसी सहयोग के लिए रोड मैप बनाया जाएगा. ഇൻഡോ പസഫിക് താൽപര്യങ്ങളെക്കുറിച്ചും പൊതുവായ ആശങ്കകൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നതായി ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. I hope that our meeting has left Prime Minister Modi in no doubt about the profound depth of New Zealand's commitment to building a deep, broad-based and enduring relationship with the great nation of India. By broad-based, I mean that New Zealand is committed to doing more with India across a wide range of areas: defence and security, trade and economics, people-to-people ties, education, tourism, sports and culture. പരസ്പര വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഭക്ഷ്യസംസ്കരണം, മരുന്നുൽപാദനം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം സഹകരിക്കുവാനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും തീരുമാനമായി. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ വളർന്നുവരുന്ന സാമൂഹിക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് ഇരു പ്രധാനമന്ത്രിമാരും സമ്മതിച്ചു. ശാസ്ത്രം, നവീകരണം, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഉൾപ്പെടെ പരസ്പരം താൽപര്യമുള്ള മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം. ടൂറിസം മന്ത്രി ലൂയിസ് അബ്സ്റ്റൺ, കായിക മന്ത്രി മാർക്ക് മിച്ചൽ, വ്യാപാര, കൃഷി, വനം മന്ത്രി ടോഡ് മക്ലെ, ഉദ്യോഗസ്ഥർ, ബിസിനസ് പ്രമുഖർ, പ്രവാസി സാംസ്കാരിക ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല സംഘമാണ് ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അവർ മടങ്ങിവരുന്നു. ഒരു സ്വപ്ന ലാൻഡിങ്ങിനുള്ള കാത്തിരിപ്പിലാണ് ലോകം. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബുധനാഴ്ച പുലർച്ചെ ഭൂമിയിലെത്തും. കാലാവസ്ഥ അനുകൂലമായതിനാൽ നിശ്ചയിച്ചതിലും നേരത്തെയാണ് മടക്കയാത്ര. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 ഫ്ലോറിഡ തീരത്ത് കടലിൽ അവർ ഇറങ്ങും. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും, ഒപ്പം ബഹിരാകാശ സഞ്ചാരികളായ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബുനോവും. കാലാവസ്ഥയടക്കം പല ഘടകങ്ങളും അനുകൂലമായതോടെ മടക്കയാത്ര നിശ്ചയിച്ചതിലും മണിക്കൂറുകൾ നേരത്തെയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രൂട്ടൺ അംഗങ്ങൾക്ക് ചുമതലകൾ കൈമാറി ഹാൻഡ് ഓവർ പ്രക്രിയ പൂർത്തിയാക്കി. ഇതോടെ ക്രൂ 9 മടങ്ങിവരുന്നതിന് ഹാച്ച് ക്ലോഷർ അടക്കം അന്തിമോരുക്കങ്ങൾ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:30 ആരംഭിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ സംരക്ഷണം ഉണ്ടാകുമെന്ന് നാസ അറിയിച്ചു. ചരിത്ര നേട്ടവുമായാണ് സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കം. ബോയിംഗ് പേടകത്തിൽ പോയവർ സ്പേസ് എക്സിന്റെ സഹായത്തോടെ മടങ്ങുമ്പോൾ അതും പുതുചരിത്രം. ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ശേഷി കൈവരിച്ചെന്ന് സ്പേസ് എക്സിന് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 37 പേർ മരിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം നാഷണൽ വെതർ സർവീസ് പുറത്തുവിട്ടത്. ഇതോടെ ശനിയാഴ്ച മധ്യ അമേരിക്കയിലുടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും മരണസംഖ്യ ഉയർന്നു. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതും വലിയ ട്രക്കുകൾ മറിഞ്ഞുകിടക്കുന്നതും ഉൾപ്പെടെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. കൻസാസിൽ 50-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേരാണ് മരിച്ചത്.
മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതായും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച വൈകിട്ടോടെ മധ്യ അമേരിക്കയിൽ 2 ലക്ഷത്തിലധികം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് വൈദ്യുതി തടസ്സപ്പെട്ടത്. വരും ദിവസങ്ങളിലും ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. കനേഡിയൻ അതിർത്തി മുതൽ ടെക്സ് വരെ മണിക്കൂറിൽ 80 മൈൽ വേഗതയിൽ ശക്തമായ കാറ്റ് വീശുമെന്നും പ്രവചനമുണ്ട്. ഇതിനു പുറമെയാണ് വേഗത്തിൽ പടരുന്ന കാട്ടുതീയും ആശങ്കപ്പെടുത്തുന്നത്. 2024 അമേരിക്കൻ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ 54 പേരാണ് മരിച്ചത്. ഇതോടെ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകളും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കുറച്ചുനാളായി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു. മലയാള സിനിമയ്ക്ക് മനോഹര ഗാനങ്ങളുടെ മധുരം നൽകിയ ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. വയലാറടക്കമുള്ള അതികായർ ചലച്ചിത്ര ഗാനരംഗം അടക്കി ഭരിച്ചിരുന്ന 1970കളിലാണ് ശ്രദ്ധേയമായ ഒരു പിടി ഗാനങ്ങളിലൂടെ മങ്കൊമ്പ് ജനഹൃദയങ്ങളിലെത്തിയത്. പത്രപ്രവർത്തന രംഗത്ത് നിന്നാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചനാ രംഗത്തെത്തുന്നത്. നാടക ഗാനങ്ങളിലായിരുന്നു തുടക്കം. 1971 വിമോചന സമരം എന്ന സിനിമയിലാണ് ആദ്യ ഗാനം. സിനിമാ സമരം ഒത്തുതീരുന്നു. മന്ത്രി സജി ചെറിയാൻ വിളിച്ച ചർച്ച വിജയിച്ചു. സർക്കാർ നിലപാട് സ്വാഗതാർഹമെന്ന് ഫിലിം ചേംബർ. 2 ആഴ്ചയ്ക്കുള്ളിൽ മാർഗരേഖ തയ്യാറാക്കുമെന്ന് സർക്കാർ. ധന, തദ്ദേശ, വനം, വൈദ്യുതി വകുപ്പുകളുമായി ചേർന്ന് മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനമായി. വിനോദ നികുതി ഒഴിവാക്കൽ, തിയേറ്ററുകളിലെ വൈദ്യുതി നിരക്ക് കുറയ്ക്കൽ എന്നിവ സർക്കാർ പരിഗണിക്കും. ഇടുക്കിയിലെ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ മയക്കുവെടിവെച്ചെങ്കിലും വനപാലക സംഘത്തിന് നേരെ ചാടി വീണ കടുവ വെടിയേറ്റതിനെ തുടർന്ന് ചത്തു. പ്രദേശത്തെ തേയിലത്തോട്ടത്തിനുള്ളിലായിരുന്നു കടുവയെ. വെറ്റിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടിവെച്ചത്. കടുവയ്ക്കായി കൂടുവെച്ച് കാത്തിരിക്കുന്നതിനിടെയാണ് ഇന്നു പുലർച്ചെ വീണ്ടും ആക്രമണമുണ്ടായത്. പ്രദേശവാസികളുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ലയത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടെത്തി. എന്നാൽ മയക്കുവെടിവെക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചത്. പിന്നീട് കടുവയ്ക്കരികിലെത്തിയ ദൌത്യസംഘത്തിന് നേരെ 6 അടി ഉയരത്തിൽ നിന്ന് കടുവ ചാടി വീണു. ഇതേ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ദൌത്യസംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. എന്നാൽ കടുവയ്ക്ക് ആദ്യം മയക്കുവെടിയേറ്റെങ്കിലും കടുവ മയങ്ങാൻ സമയമെടുത്തു. ഇതേ തുടർന്നാണ് രണ്ടാമതും മയക്കുവെടിവെച്ചത്. തുടർന്നാണ് കടുവ ദൌത്യസംഘത്തിന് നേരെ ചാടി വീണത്. വനപാലക സംഘത്തിലെ മനുവിന് ശാരീരികമായി പരിക്കേറ്റില്ലെങ്കിലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനുവിന്റെ ഷീൽഡില് അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ. രണ്ടാമത്തെ അടി മനുവിന്റെ ഹെൽമെറ്റിലായിരുന്നു. ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. ഹെൽമെറ്റ് പൊട്ടി താഴെ വീണു. മൂന്നാമത്തെ അടി മനുവിന്റെ തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ നമുക്ക് ഫയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കടുവ ഡെത്തായിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. പിടികൂടിയ കടുവയ്ക്ക് ചികിത്സ നൽകാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. കടുവയെ തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് ഇതിനായി കൊണ്ടുപോകുന്നതിനിടെയാണ് കടുവ ചത്തത്. 3 തവണ വെടിയേറ്റതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് 18 ഇടുക്കി. ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. പൂർണ്ണമായും ആന എഴുന്നള്ളിപ്പ് തടയാനുള്ള നീക്കമാണ് ഹൈക്കോടതി നടത്തുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വ ഗജസേവാ സമിതി എന്ന സംഘടനയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ശബരിമല മാസപൂജയ്ക്കുള്ള ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 5 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 4-ന് നട വീണ്ടും തുറന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും. ഇരുമുടിക്കെട്ടില്ലാതെ ഉള്ള ദർശനത്തിനും സമയമാറ്റം ഏർപ്പെടുത്തി. രാവിലെ 6 മണി മുതലേ സിവിൽ ദർശനം അനുവദിക്കൂ. രാത്രി 9:30-ന് ശേഷം സിവിൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. റംസാൻ മാസത്തിൽ നോമ്പുതുറ സാധാരണമാണ്. എന്നാൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നൊരു നോമ്പുതുറ കാണാം. കണ്ടല്ലൂർ തെക്ക് പൊടിയാലിൽ വയലിൽ ക്ഷേത്രാങ്കണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു നോമ്പുതുറ നടന്നു. നോമ്പ് പിടിച്ച മുസ്ലിം സഹോദരങ്ങൾക്കായാണ് സ്നേഹസംഗമം നടത്തിയത്. സംഘാടകരായത് ക്ഷേത്ര ഭാരവാഹികളും.
നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ ഉത്സവങ്ങളും, എല്ലാ ആഘോഷങ്ങളും, എല്ലാ ആചാരങ്ങളും പരസ്പരം സ്നേഹത്തോടെ പങ്കുചേർന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ആ ഒരു സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ നന്മ ഈ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാടിന് ഒന്നും സംഭവിക്കില്ല. ഒരു വർഗീയ ശക്തികളും ഞങ്ങളെ കണ്ടല്ലൂരുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇത്തരം മത സൗഹാർദ്ദ ഇഫ്താർ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു. നോമ്പുതുറ സമയം ആയതോടുകൂടി കണ്ടല്ലൂർ ജമാഅത്തിലെ വിശ്വാസികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി TK ശിവശർമ്മൻ, കണ്ടല്ലൂർ മുസ്ലിം ജമാഅത്ത് ഇമാം റഷീദ് ബാഖവി എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി. ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഈ ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഇഫ്താർ. അതുകൊണ്ട് കണ്ടല്ലൂർ ജമാഅത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷവും കണ്ടല്ലൂർ തെക്ക് പൊടിയാലിലെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്രാങ്കണത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ നയനാനന്ദൻ, ശശിധരൻ, സീബോ ശശി, ജമാഅത്ത് ഭാരവാഹികളായ ബിജു ബഷീർ, റജി കൂട്ടുങ്കൽ, ഷൈജു ബഷീർ, ഇ സമീർ, MM കബീർ, ബിജു ഈരിക്കൽ, ഹാഷിം മണ്ണിൽ തുടങ്ങിയവർ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കായംകുളം. ക്രിക്കറ്റ് സീസണിൽ അൺലിമിറ്റഡ് ഓഫറുകൾ പ്രഖ്യാപിച്ച് റിലയൻസ് ജിയോ. നിലവിലെ ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കുമാണ് എക്സ്ക്ലൂസീവ് ഓഫറുകളുള്ളത്. 90 ദിവസത്തെ സൗജന്യ ജിയോ ഹോട്ട്സ്റ്റാർ ടിവിയിലും മൊബൈലിലും 4K ക്വാളിറ്റിയിൽ ആസ്വദിക്കാം. ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും തികച്ചും സൗജന്യമായി കാണാം. ജിയോ സിമ്മും 299 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള പ്ലാനുമുണ്ടെങ്കിൽ മുമ്പെങ്ങും അനുഭവിക്കാത്ത തരത്തിൽ ഉപഭോക്താക്കൾക്ക് ഈ ക്രിക്കറ്റ് സീസൺ ആസ്വദിക്കാം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8210 രൂപ, പവന് 65,680 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6775 രൂപ, പവന് 54,200 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, കിലോയ്ക്ക് 1,11,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.